നമസ്കാരം. പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. ഓരോ രാജ്യത്തെയും ഡ്രൈവിംഗ് ലൈസൻസ് നിയമങ്ങൾ വളരെ വ്യത്യസ്തമാണ്. അതിനാൽ എവിടെയാണോ പോകുന്നത് അവിടുത്തെ നിയമങ്ങൾക്കനുസൃതമായി വാഹനം ഓടിക്കുന്നതിന് മുമ്പ് മനസ്സിലാക്കിയിരിക്കണം. ചില രാജ്യങ്ങളിൽ ഇന്ത്യൻ ഡ്രൈവിംഗ് ലൈസൻസ് 6 മാസം വരെ ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ്. എന്നാൽ ഇത് മാത്രം കൊണ്ട് നിയമപരമായ പൂർണ്ണ സുരക്ഷിതത്വം കിട്ടണമെന്നില്ല താനും. കേരള പോലീസിന്റെ ഫേസ്ബുക്ക് കുറിപ്പിലാണ് ഇന്റർനാഷണൽ ഡ്രൈവിംഗ് പെർമിറ്റുമായി ബന്ധപ്പെട്ട അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ പങ്കുവച്ചുകൊണ്ട് രംഗത്തെത്തിയിരിക്കുന്നത്. ഫേസ്ബുക്ക് കുറിപ്പിന്റെ പൂർണ്ണരൂപം ഇപ്രകാരമാണ്: ഇന്റർനാഷണൽ ഡ്രൈവിംഗ് പെർമിറ്റ് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. ഓരോ രാജ്യത്തും വാഹനം ഓടിക്കുന്നതിന് അതത് രാജ്യത്തെ നിയമപരമായ കടമ്പകൾ കടന്നേ മതിയാകൂ. അവിടെ നിയമപരമായ അംഗീകാരമുള്ള ഡ്രൈവിംഗ് ലൈസൻസ് കരസ്ഥമാക്കി. ജോലിക്കും വിസിറ്റ് വിസയിലും വിനോദസഞ്ചാരത്തിനും പഠനത്തിനുമൊക്കെയായി വിദേശത്തെത്തുന്നവരിൽ ഭൂരിപക്ഷത്തിനും ആദ്യ പ്രതിസന്ധിയും ഇതാണ്. 6 മാസമെങ്കിലും രാജ്യത്ത് സ്ഥിരതാമസമാക്കിയവർക്ക് മാത്രമേ മിക്ക രാജ്യങ്ങളിലും ഡ്രൈവിംഗ് ലൈസൻസിന് അപേക്ഷിക്കാൻ പോലുമാകൂ. എഴുത്തു പരീക്ഷയ്ക്ക് ശേഷം പ്രൊഫഷണൽ ലൈസൻസ് ലഭിച്ചാലേ ഡ്രൈവിംഗ് ക്ലാസുകളിൽ ചേരാൻ സാധിക്കുകയുള്ളൂ. നിശ്ചിത ആഴ്ചകളിലെ പഠനത്തിന് ശേഷം അതികഠിനമായ ഡ്രൈവിംഗ് ടെസ്റ്റ് വിജയിക്കുകയും വേണം. വിദേശത്ത് ചെന്നാലുടനെ ലൈസൻസ് എടുക്കാമെന്ന് കരുതുകയേ വേണ്ട. ഇന്റർനാഷണൽ ഡ്രൈവിംഗ് പെർമിറ്റ് ഓരോ രാജ്യത്തെയും ഡ്രൈവിംഗ് ലൈസൻസ് നിയമങ്ങൾ വ്യത്യസ്തമാക്കിയിട്ടുണ്ട്. അതിനാൽ തന്നെ എവിടെയാണോ പോകുന്നത് അവിടുത്തെ നിയമങ്ങൾ വാഹനം ഓടിക്കുന്നതിന് മുമ്പ് മനസ്സിലാക്കിയിരിക്കണം. ചില രാജ്യങ്ങളിൽ ഇന്ത്യൻ ഡ്രൈവിംഗ് ലൈസൻസ് 6 മാസം വരെ ഉപയോഗിക്കാൻ സാധിക്കും. എന്നാൽ ഇത് മാത്രം കൊണ്ട് നിയമപരമായി പൂർണ്ണ സുരക്ഷിതത്വം കിട്ടണം എന്നില്ല. ഇവിടെയാണ് ഇന്ത്യയിൽ നിന്ന് തന്നെ സ്വന്തമാക്കാവുന്ന ഇന്റർനാഷണൽ ഡ്രൈവിംഗ് പെർമിറ്റിന്റെ പ്രസക്തി. ഇന്ത്യയിൽ ഏതെങ്കിലും വാഹനം ഓടിക്കാനുള്ള സാധുവായ ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ളയാളിന് ഇന്റർനാഷണൽ ഡ്രൈവിംഗ് പെർമിറ്റിന് അപേക്ഷിക്കാം. അപേക്ഷകന്റെ മേൽവിലാസം ഏത് RTO ഓഫീസിന്റെ പരിധിയിലാണോ അവിടെ നേരിട്ടെത്തി അപേക്ഷിക്കുകയായിരുന്നു മുമ്പ്. എന്നാൽ ഇപ്പോൾ ഓൺലൈൻ ഓഫ്ലൈൻ രീതിയിലാണ് അപേക്ഷിക്കേണ്ടത്. മോട്ടോർ വാഹന വകുപ്പിന്റെ വെബ്സൈറ്റായ പരിവാഹനിലാണ് ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കേണ്ടത്. അപേക്ഷ സമർപ്പിക്കാൻ വേണ്ട രേഖകൾ ഇപ്രകാരമാണ്: സാധുവായ ഡ്രൈവിംഗ് ലൈസൻസ്, സാധുവായ ഇന്ത്യൻ പാസ്പോർട്ട്, സന്ദർശിക്കുന്ന രാജ്യത്തിന്റെ വിസ, പ്രസ്തുത രാജ്യങ്ങൾക്കുള്ള വിമാന ടിക്കറ്റ്. അപേക്ഷിക്കേണ്ടത് എങ്ങനെയെന്ന് നോക്കാം. പരിവാഹൻ വെബ്സൈറ്റിൽ സാരഥി ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. ഇവിടെ അപ്ലൈ ഓൺലൈൻ ക്ലിക്ക് ചെയ്യുമ്പോൾ സർവീസസ് ഓൺ ഡ്രൈവിംഗ് ലൈസൻസ് ലഭിക്കും. ഇതിൽ ഇന്റർനാഷണൽ ഡ്രൈവിംഗ് പെർമിറ്റ് സെലക്ട് ചെയ്ത് രേഖകൾ അപ്ലോഡ് ചെയ്യണം. ഇതിനുശേഷം നിർദ്ദിഷ്ട ഫീസ് ഓൺലൈനായി അടയ്ക്കുക. തുടർന്ന് ഇവയുടെ പ്രിന്റ് എടുത്ത ശേഷം ഡ്രൈവിംഗ് ലൈസൻസിലെ വിലാസമുള്ള സ്ഥലത്തെ RTO ഓഫീസിനെ സമീപിക്കണം. രേഖകൾ പരിശോധിച്ച് ബോധ്യപ്പെട്ടാൽ ഇവിടെ നിന്ന് ഇന്റർനാഷണൽ ഡ്രൈവിംഗ് പെർമിറ്റ് അനുവദിക്കുന്നതാണ്. 1 വർഷമാണ് IDPയുടെ കാലാവധി എന്നത്. ചില രാജ്യങ്ങൾ 6 മാസമേ അനുവദിക്കുന്നുള്ളൂ. എന്നാൽ എവിടെയും ഇന്ത്യയിലെ സാധുവായ ഡ്രൈവിംഗ് ലൈസൻസ് IDPക്കൊപ്പം ഉണ്ടാകണം. ഇന്ത്യയിൽ എത്ര വാഹനം ഓടിക്കാനാണോ ലൈസൻസ് ഉള്ളത് അതേ ഗണത്തിൽപ്പെട്ട വാഹനം മാത്രമേ ഓടിക്കാൻ സാധിക്കുകയുള്ളൂ. ഇന്റർനാഷണൽ ഡ്രൈവിംഗ് ലൈസൻസ് എന്ന പേരിൽ ഓൺലൈനിൽ തട്ടിപ്പുകൾ നടക്കുന്നതിനാൽ തന്നെ ജാഗ്രത പാലിക്കേണ്ടതാണ്. ഓട്ടോമൊബൈൽ അസോസിയേഷനുകളുടെയും മറ്റും പേരിൽ ഓൺലൈനിൽ കിട്ടുന്ന ലൈസൻസ് അംഗീകൃതമാണോ എന്ന് ഓരോ രാജ്യത്തും പരിശോധിച്ചാൽ മാത്രമേ അറിയാൻ സാധിക്കുകയുള്ളൂ. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യൂ.